ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ബാക്ക് പെയിൻ ഉണ്ട്. കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർക്കും ഉണ്ട്. ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ബാക്ക് പെയിൻ ആണ്. പല കാരണങ്ങളാണ് ബാക്ക് പെയിൻ പറയപ്പെടുന്നത്. ഇപ്പം ഡിസ്ക് ഹെർണിയേഷൻ ഒരു കാരണമാണ്. ഈ നട്ടെല്ലിനിടയിൽ ഉണ്ടാകുന്ന ഗ്യാപ്പ് കുറഞ്ഞു പോകുന്ന ഒരു കാരണമുണ്ട്. അതുപോലെ നമ്മളെ ഇടുപ്പല്ലിൽ നീർക്കെട്ടുണ്ടായിട്ട് നമ്മൾ ഉളുക്കി പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഇനി അതല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി പേഴ്സ് ബാക്ക് പോക്കറ്റിൽ ഉപയോഗിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന വാലറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ഊര ഒരു ഭാഗത്തോട്ട് പൊങ്ങി നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ പല കാരണങ്ങളാണ്. കാരണങ്ങൾക്കനുസരിച്ചാണ് ബാക്ക് പെയിൻ ചികിത്സയുള്ളത്. ഇന്ന് നമ്മൾ ഒരു പേഷ്യൻ്റ് ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എംആർഐ എടുക്കേണ്ടി വരും. വളരെ പഴക്കമുള്ള ബാക്ക് പെയിൻ ആണെങ്കിൽ. അത് നോക്കിയതിന് ശേഷം എന്താണോ കാരണം അതിനനുസരിച്ചാണ് അവർക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവുക. ചില ആളുകൾക്ക് ഇങ്ങനെ ബാക്ക് പെയിൻസ് തുടരെ വന്ന് അവരുടെ ബാക്ക് മസിൽസ് വളരെ വീക്കായിരിക്കും. അങ്ങനെ ബാക്ക് മസിൽസ് വീക്കായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പം കുറച്ച് കാലം തുടർച്ചയായിട്ട് ഫിസിയോതെറാപ്പി കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ മറ്റ് റെജിമെൻ്റൽ തെറാപ്പീസ് കൊടുക്കേണ്ടി വരും. ചില മെഡിസിൻസ് ഉള്ളിലോട്ട് കഴിക്കേണ്ടി വരും. എന്തായാലും ഇത്തരത്തിലുള്ള ബാക്ക് പെയിനൊക്കെ വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ബാക്ക് പെയിനും ഇതുപോലെ ട്രീറ്റ് ചെയ്യാം എന്നല്ല. ചില കേസുകളിൽ സർജറി നിർബന്ധമാണെങ്കിൽ നമ്മൾ സർജറി ചെയ്യേണ്ടതാണ്.